ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു വ്യക്തിയാണെങ്കിലും സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓരോ പ്രായത്തിനനുസരിച്ചും വികാര വിചാരങ്ങൾക്ക് അതിൻ്റേതായ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരെ സംബന്ധിച്ചും ഒരേ പ്രായത്തിലല്ല ആ ഒരു പക്വതയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് കാമപരമായിട്ടുള്ള ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ട്. അതെന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ ഏത് സാഹചര്യത്തിലും അവർക്ക് പ്രണയിക്കാനും അത് പങ്കുവയ്ക്കാനും ഒക്കെയുള്ള താല്പര്യം സ്വാഭാവികമായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് അത് പലതരത്തിലുള്ള വികാര വിചാരങ്ങളുടെ ഒരു കലവറയാണ്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും പലതരത്തിലുള്ള ഫീലിങ്സുകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ എന്താണെന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നും ആറ്റിറ്റ്യൂഡ് എന്താണെന്നും ഒക്കെ തന്നെ ഇതുവഴി മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യാറുണ്ട്. ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരുടെ ആ സാന്നിധ്യം നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ട് തോന്നും. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരാളോട് പ്രണയം തോന്നുന്നതിന്, കാമം തോന്നുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. പക്വതയെത്തിയ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്കിതിനകത്ത് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. മാത്രമല്ല പങ്കാളിയെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാര്യം ഒരാളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ആദ്യം നമ്മളിലുണ്ടാവണം, എങ്കിലല്ല ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം കാമത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഊർജ്ജമാണെങ്കിൽ അതാദ്യം നമ്മളിൽ വന്ന് നിറയണം. അതിനകത്തൊരു വ്യക്തത നമുക്ക് തന്നെ ഉണ്ടാവണം. ഇപ്പം പ്രണയിക്കുന്നവരെ നോക്കുവാണെങ്കിൽ അവരിൽ ആ ഒരു ഊർജ്ജം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഫാൻറ്റസികളിലും ചിന്തകളിലും ഒക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പ്രണയിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ കാമിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി തലത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വികാരമാണ്. നല്ല ആരോഗ്യവും വ്യക്തിത്വവുമുള്ള ചില ആൻറ്റിമാരെ നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ ഇമോഷണൽ ഫീലിങ്സിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പ്രായത്തേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സാഹചര്യവും മൈൻഡ് സെറ്റുമാണ് ഏറ്റവും പ്രധാനം. ചില സ്ത്രീകളെ നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ പങ്കാളിയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും കാമവും പ്രണയവും ഒക്കെ തോന്നുന്നത്. എന്നാൽ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല. പ്രണയിക്കുന്നയാൾ ജീവിത പങ്കാളിയായിരിക്കണമെന്നില്ല. ഇനി ആര് തന്നെയാണെങ്കിലും കാമിക്കുന്ന ആളിനോട് ചില പ്രത്യേക രീതികളിൽ സ്ത്രീകൾ പെരുമാറാറുണ്ട്. ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഇനി ഏത് സാഹചര്യത്തിലാണെങ്കിലും പുരുഷൻ പ്രണയിക്കുന്നതും സ്ത്രീ പ്രണയിക്കുന്നതുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. പുരുഷനെ സംബന്ധിച്ച് ഒരാളോട് പ്രണയം തോന്നുന്നതിനകത്ത് അത്ര വലിയ കണ്ടീഷനൊന്നുമില്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആരായാലും ഏത് സാഹചര്യത്തിലായാലും അവർക്കതിനകത്തൊരു കണ്ടീഷനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഒരാളോട് പ്രണയിക്കുന്നു അല്ലെങ്കിൽ കാമിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അത് യഥാർത്ഥമാകണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ശക്തമായിട്ടുള്ള ഫീലിങ്സുകളാണ്. ശരിക്കും അങ്ങനൊരു കാര്യം ഒരാളോട് തോന്നുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചറിയാൻ കൂടുതലായിട്ട് ശ്രമിക്കും. അതിനുവേണ്ടി എന്തെങ്കിലും കാരണം പറഞ്ഞ് അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ആദ്യമൊക്കെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ പിന്നീടത് സ്ഥിരമാകാറുണ്ട്. പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു മെച്യൂരിറ്റി കാണിക്കാറുണ്ട്. തന്നെയല്ല അവരുടെ ഇമോഷണൽ ഫീലിങ്സ് കുറച്ചുകൂടെ ശക്തമാണ്. അതുപോലെ ഇടയ്ക്കൊക്കെ നേരിട്ട് കാണാനും സംസാരിക്കാനുമൊക്കെയുള്ള സാഹചര്യം സ്വയം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം പുരുഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അത് വളരെ പ്രധാനമാണ്. അവരോട് ഒരു താല്പര്യമുള്ള പുരുഷനെ അല്ലെങ്കിൽ പ്രണയമുള്ള പുരുഷനെ ഈ ഒരവസരത്തിൽ ഇവർക്ക് പെട്ടെന്നറിയാൻ സാധിക്കും. ഇവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എന്താണ് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളത്, അതായിരിക്കും കൂടുതലായിട്ടും അവർ മറ്റൊരാളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. കാമപരമായിട്ടുള്ളൊരു സംതൃപ്തിയാണ് കുറവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതായിരിക്കും. എന്നാൽ ഇതിനകത്ത് പ്രണയം ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ സെറ്റാകാതെ ഒരു സ്ത്രീക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് സ്വയം മറക്കാൻ പറ്റുന്നത്.
അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവരെ ഇവർ കൂടുതലും കെയർ ചെയ്യാറുണ്ട്. ഒരു ദിവസം എങ്ങനെയാണ്, എവിടൊക്കെ പോകുന്നു, വരുന്നു, എവിടെ ചെന്നാലും വിളിക്കണമെന്ന് പറയും, മെസ്സേജ് അയക്കണമെന്ന് പറയും. അതുപോലെ തന്നെ പ്രധാനമാണ് മറ്റ് സ്ത്രീകളോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. എന്നുവെച്ചാൽ നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന മറ്റ് സ്ത്രീ ഫ്രണ്ട്സിനോടൊക്കെ കുറച്ചൊരു അസൂയ ഉണ്ടായിരിക്കും. ചില സാഹചര്യത്തിൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഒരു സ്ത്രീ പ്രണയിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പുരുഷനെ മറ്റൊരു സ്ത്രീ കാമിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനിൽ എന്തൊക്കെയോ ചില പ്രത്യേക കഴിവുകളുണ്ട് ഒരാളെ തൃപ്തിപ്പെടുത്താനായിട്ട്. ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു ഫീലിങ്സ് കൂടുതലായിട്ടും തോന്നാറുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും ചില ആൻറ്റിമാരോട് സൗഹൃദം കൂടാനും സംസാരിക്കാനുമൊക്കെ ഒരു പ്രത്യേക താല്പര്യം കാണിക്കാറുണ്ട്. കാരണം പ്രണയിക്കുന്ന പുരുഷനിലേക്ക് കാമത്തിൻ്റെ ഊർജം പെട്ടെന്നെത്തിക്കാനുള്ള സാഹചര്യം ഇവർക്കുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ ഇങ്ങനെ ചുംബിക്കത്തില്ലേ, അതൊരു പ്രത്യേക സന്തോഷമാണ്. ഈ സമയത്ത് പ്രണയം ചിലപ്പോൾ മധുരമുള്ള വാക്കുകളായിട്ടും വരാം. ചില സമയത്താണെങ്കിൽ ചില പ്രത്യേക രീതികൾ ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാം മറന്നുള്ള ഒരു മൂഡിലേക്ക് പോകാറുണ്ട്. ഏതൊരു സ്ത്രീയുടെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ സ്നേഹിക്കുന്ന പുരുഷൻ അവരെ തിരിച്ച് ആകർഷിക്കണം. ചിലരെ സംബന്ധിച്ച് മറ്റെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നാവുകൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു ധാരണ വരും. എന്നാൽ ചിലരെ സംബന്ധിച്ച് പൗരുഷം കൊണ്ട് കൂടുതലായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. എന്നുവെച്ചാൽ നമുക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ പെരുമാറുന്ന ആളാണെങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ നമ്മളും പ്രകടിപ്പിക്കത്തുള്ളൂ. സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും കാമമാണെങ്കിലും ഇനി അതല്ല ദേഷ്യമാണെങ്കിലും കണ്ണുകളിൽ കൂടി അത് പറയുന്നുണ്ട്. മിക്കവാറും ഉള്ള സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ഏതോ ഒരു കാര്യത്തിനകത്ത് ആത്മവിശ്വാസം കുറച്ച് കൂടുതലായിരിക്കും. അവിടെ കൂടുതലായിട്ട് പെരുമാറുമ്പോൾ പോസിറ്റീവായിട്ടുള്ള പല ഹോർമോണുകളും ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ സമയത്ത് മാറിടത്തിൻ്റെ ഭാഗത്ത് ചില ക്രിയകൾ ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യോനി ഭാഗത്തുള്ള ചില നെർവുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സിനും നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്ലഷർ പോയിൻറ്റ്സുകളുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ ഒരു സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത വീർപ്പുമുട്ടല. കാരണം ഈ ഊർജം എവിടേക്കോ വന്നിങ്ങനെ നിറഞ്ഞിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കംഫർട്ട് മാത്രം നോക്കിയാൽ പോരാ. എന്നുവെച്ചാൽ നമ്മുടെ ശരീരം ഇത് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നൊരു സമയമുണ്ട്, അല്ലെങ്കിൽ മനസ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വേണം ഇത് ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ മനസ്സിൻ്റെ സന്തോഷമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. എങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ തുറക്കാനായിട്ട് തോന്നത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.